തിരുസന്നിധി നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയണത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ കഴിയണം. അതായത് പോളിഷായിട്ട് പ്രാർത്ഥിക്കുന്നത് നിർത്താം. ഉള്ള കാര്യം നമ്മുടെ മനസ്സിൽ എന്താണ് കർത്താവിനോട് പറയാനുള്ളത്, അത് സ്വകാര്യ ഭാഷയുണ്ട്, പുസ്തക അച്ചടി ഭാഷയുണ്ട്. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നല്ലത് സ്വകാര്യ ഭാഷയായിരിക്കും. എന്താ കാര്യം എന്നറിയാവോ? സ്വകാര്യ ഭാഷയിലാണ് ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹമൊക്കെ അതിൻ്റെ റോയായിട്ട് വരുന്നത്. സംസ്കരിക്കാത്ത ഭാഷ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ പരമാവധി റോ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഇൻറ്റിമസിയുടെ ഭാഗമാണ്. നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധമില്ലേ, ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലത്. നിങ്ങളുമായിട്ട് ദൈവവുമായിട്ട് സാങ്കേതിക ബന്ധമാണുള്ളതെങ്കിൽ സ്വാഭാവികമായി ഒഫീഷ്യൽ ലാംഗ്വേജ് വരും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ തികവ് കർത്താവിനോടുള്ള വല്ലാത്ത സ്നേഹവും ശരണവും വിശ്വാസവുമാണെങ്കിൽ. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. എനിക്ക് അതിൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴാ കുഞ്ഞിനെന്തോ ഗുരുതരമായ രോഗമാണ്, കുട്ടി മരിച്ചു പോകുമെന്ന് തോന്നി. അപ്പോഴേ അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ ഈ ആരാധന കൂടുമ്പോൾ ഈശോനോട് പറയണത്, അമ്മയുടെ മധ്യസ്ഥ ഈശോനോട് പറയണത്, ഈശോ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടുപോയതാ, എനിക്കിതിനെ തിരിച്ചു തന്നെ പറ്റത്തുള്ളൂ. അതവരുടെ സ്വകാര്യമായ ഒരു ആഗ്രഹമാണത്. ഭാഷ വളരെ നല്ല ഭാഷയാണ്. എന്താ ഞാൻ കുഞ്ഞ് മരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ, അവരാ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയാണ് ശരിക്കും, അമ്മയല്ല, അമ്മയുടെ അമ്മയാ. പക്ഷേ അമ്മയുടെ അമ്മയാണെങ്കിലും ആ കുഞ്ഞിനെ അവർ സുഖപ്പെടുത്തി എടുക്കുന്ന രീതിയുണ്ട്. കാരണം മലദ്വാരമില്ലാത്ത കൊച്ചാണ്, മൂത്രവും മലവും ഒരേ ദൂരത്തിൽ കൂടി പോവുകയാണ്. അപ്പോൾ അവിടെ വ്രണവും, അങ്ങനെ പോകുന്ന സ്ഥലത്ത് വ്രണവും ചലവും പഴുപ്പും ഒക്കെയാണ്. കൊച്ച് ഭക്ഷണം എടുക്കണില്ല, വയറ് വീർത്തിരിക്കണം, ഇപ്പം മരിക്കണ, ശ്വാസമില്ല. ഈ കുഞ്ഞിനെയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കാണിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. ഈ കുഞ്ഞിനെ ഞാൻ കണ്ടുപോയതാണ്, എൻ്റെ കണ്ണ് കണ്ടുപോയതാണ്, എനിക്കിതിന് തരാതിരിക്കരുത്. ഒരു ആഗ്രഹവും ഒരു അപേക്ഷയും ഒരു കെഞ്ചി പറയണ ഒരു ആത്മബന്ധത്തിൻ്റെ രീതിയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം, എന്തുകൊണ്ട് ഈ പ്രെയർ റിസീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരെന്നാ ചെയ്തതെന്നറിയാമോ? അവരെന്നിട്ട് ഉടമ്പടി തൈലം, ഈ ഡോക്ടർ റിജക്റ്റ് ചെയ്ത കുട്ടിയാണിത്, എന്നിട്ട് ഉടമ്പടി തൈലം ഈ ഇല്ലാത്ത മലദൂരത്തിൽ ഉള്ള ദൂരത്തിൽ ഉടമ്പടി തൈലം തേച്ച് വെക്കും. എന്നിട്ട് കുഞ്ഞിനെ മുട്ടയെ കിടത്തി അവർ ഉറങ്ങിപ്പോകും. രാത്രി 2 മണിക്കാണ് അവർക്ക് കൊച്ചു എപ്പോഴും നിലവിളിയായിരിക്കും. ഏത് സമയത്തും കുട്ടി നിലവിളിയായിരിക്കും. ഏത് സമയത്തും കുട്ടി നിലവിളിയായിരിക്കണം, അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കൊച്ചിനെ കൊണ്ട്. പക്ഷേ ഉറങ്ങിയപ്പോഴേ കൊച്ചു മുട്ടയെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ രാത്രി 2 മണിയായി. എഴുന്നേറ്റപ്പോൾ 10 മണിയുമായി. അപ്പോൾ കൊച്ചു മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോഴവർ പെട്ടെന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റും അവരെന്താ ചെയ്യുന്നറിയാവോ? ആദ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 ചെല്ലേണ്ടതല്ലേ, ഇപ്പം മണി 10 അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ കൊച്ചിനെ മാറ്റി വെച്ച് അവരുടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് ചെല്ലും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലിയച്ചും ആണ്. അപ്പോഴും അവർക്ക് തോന്നുന്നത് രാത്രി 2 മണി ഉടമ്പടിത്തേലും തേച്ചിരുന്നല്ലോ. അപ്പോൾ ആ പരുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയപ്പോൾ പരുവ് അവിടെ കാണാനില്ല. അത്രയും പൂർണ്ണമായി സുഖപ്പെടുകയാണ്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റിമസിയുടെ ഒരു ഭാഷയുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന ആ വ്യഗ്രതയുണ്ട്. 10 മണിക്ക് ചാടിപ്പിടിച്ച് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യണത് എന്താ?
പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ 5:30 വിട്ടുപോയില്ലേ, അവർ ഉറങ്ങിപ്പോയില്ലേ? അപ്പം അതാദ്യം ചെയ്യണത് അതാണ്. അതൊരു ഒരു ലെവലാണത്. ഈ ഉടമ്പടി അർത്ഥവത്താക്കുന്ന ഒരു മാനസിക വൈകാരിക ലെവലാണ്. ഈ മാനസിക വൈകാരിക ലെവല് എന്തുകൊണ്ടാണ് ദൈവതിരുസന്നിധിയിൽ പെട്ടെന്ന് കത്തണത്, പെട്രോളിന് തീ പിടിക്കണ പോലെ തീ പിടിക്കാൻ കാരണം, ദൈവത്തിലേക്ക് റിസീവ് ചെയ്യണ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയമല്ല. അതെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ വിഷയമല്ല. ഈ വിഷയത്തെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയണ ഒരു കഴിവുണ്ട്. വിഷയത്തെ 3 കാര്യമായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ പടം കാണുന്നില്ലേ? പ്രക്ഷേപണം ചെയ്യണത് പടമായിട്ടാണെങ്കിലും എയറിലേക്ക് അത് പ്രകാശമായിട്ട് മാറുകയില്ല. ഇലക്ട്രോണിക്സ് തരംഗങ്ങളും പ്രകാശമായിട്ട് മാറുകയില്ല. പിന്നീട് ടി വി അല്ലേ പിടിച്ചെടുത്തിട്ട് പിന്നെ അതിനെ പടമാക്കി നമുക്ക് തരണത്. ഇപ്പം ഈ കൺവേർഷൻ ഒരു വിഷയമാണ്. അതാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. കാര്യം ദൈവം റിസീവ് ചെയ്യണത് നിങ്ങളുടെ കപ്പ കഞ്ഞി IELTS ആയിട്ട് റിസീവ് ചെയ്യത്തില്ല. പിന്നെ എന്തായിട്ടാണ് റിസീവ് ചെയ്യണത്? ദൈവത്തിന് അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്താ? ഇത് ദൈവിക പുണ്യങ്ങളാണ്. അത് ദൈവിക പുണ്യം. അതായത് ഒരു വിഷയത്തെ എത്ര കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു വിഷയത്തെ എത്ര ശതമാനം നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വിഷയം കല്യാണം ഒത്തുവരാത്ത, ഇപ്പോൾ ഇന്ന് ഒരു വിഷയം കണ്ടില്ലേ, 31 കൊല്ലം IELTS എഴുതി പരാജയപ്പെട്ടിട്ട് ഉടമ്പടി എടുത്തിട്ട് 32ാം തവണ പാസ്സാകുന്നത്. അത് റെയർ കേസാണ് ശരിക്കും. പക്ഷേ അതിന് കൺവേർഷൻ ഭയങ്കര പവർഫുള്ളാണ്. ദാറ്റ് മീൻസ് 31 തവണ എഴുതി തോറ്റെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ കലിബറിന് അവിടെ പ്രത്യേകിച്ച് റോളില്ല. നമ്മുടെ കഴിവിനെ റോളില്ല. ഒന്നെങ്കിൽ മെമ്മറി പോയി കാണും, അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ ഡാമേജ് ആണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഇതിന് സ്റ്റോറേജ് ഇല്ല. ഇത് എന്ത് കപ്പാസിറ്റി, നമുക്കിത് സ്പെല്ല് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പ്രൊനൗൺസിയേഷന് കുഴപ്പം, ഫൊണറ്റിക്സിന് കുഴപ്പം, ടെക്നിക്കലായിട്ട് കുറേ ഫിലോളജി പ്രോബ്ലംസ് വരുമ്പോഴാണ് കമ്പ്യൂട്ടർ ഈ സാധനം മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ വ്യക്തി ഫെയിലാണ് ശരിക്കും. വ്യക്തി അവരുടെ കലിബറിൽ അത് ഫെയിലാണ്. പക്ഷേ ഈ തോറ്റ അവസ്ഥയെ ജയിച്ച അവസ്ഥയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ കഴിവ് കേടുകളെ വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ശരണമായിട്ടും കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം.